ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത് ഒരു ബാത്റൂമിൻ്റെ പ്ലംബിംഗ് ആണ്. അതുപോലെ തന്നെ മിക്സർ ടാപ്പ് വെച്ചിട്ടുള്ള പ്ലംബിംഗ് വർക്കാണ്. അതിൻ്റെ കൂടെ ന്യൂമാറ്റിക് ഫ്ലഷ് ടാങ്കിന് എങ്ങനെ പ്ലംബിംഗ് ചെയ്യാമെന്നാണ്. ന്യൂമാറ്റിക് ഫ്ലഷ് ടാങ്ക് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നു. അന്ന് എല്ലാവരും ചോദിച്ചതാണ് എങ്ങനെയാണ് ഇതിന് പ്ലംബിംഗ് ചെയ്യുക എന്നത്. ആ വീഡിയോ ആണ് ഇന്നിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ന്യൂമാറ്റിക് ഫ്ലഷ് ടാങ്കിൻ്റെ ഫിറ്റിങ്ങിൻ്റെ വീഡിയോ കാണണമെങ്കിൽ അത് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വിധത്തിലാണ് ഞാൻ വെട്ടി സെറ്റ് ചെയ്ത് വെച്ചത്. ഇതാണ് ഫ്ലഷ് ടാങ്കിൻ്റെ കൂടെ വരുന്നതാണ്. ഇതിലാണ് ബട്ടൺ ഫിറ്റ് ചെയ്യേണ്ടത്. ഇത് ആദ്യം നമ്മൾ കൺസിൽ ചെയ്തേക്കണം. കോബോക്സൊക്കെ കൺസിൽ ചെയ്യാനായി കൺസിൽ ചെയ്ത് വെച്ചാൽ മതി. സാധാരണ പോലെ 4 ഇഞ്ച് പൈപ്പാണ് ഇട്ടത്. പിന്നെ 4 ഇഞ്ചിൻ്റെ മുകളിലായിട്ടിട്ടത് 1.5 ഇഞ്ച് പൈപ്പാണ്. ഇതാണ് ആ ഫ്ലഷ് ബട്ടൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചത്. ഇതിന് കൂടെ ഒരു ഫ്ലക്സ് ഹോസും ഉണ്ടാവും. അതിൽ 2 വാട്ടർ ലോസുമായിട്ട് 2 ട്യൂബും ഉണ്ടാവും. 2 കളറിലാണ്. ഒന്ന് ഡുവൽ ഫ്ലഷ് ആയതുകൊണ്ടാണ് 2 മോഡൽ വരുന്നത്. ഈ 4 ഇഞ്ച് പൈപ്പ് ഫിനിഷ് ഫ്ലോറിൽ 17 മുതൽ 22 സെൻറ്റിമീറ്റർ വരെയാണ് 4 ഇഞ്ച് പൈപ്പിൻ്റെ അടിയിലേക്ക് ഹൈറ്റ് വേണ്ടത്. ഈ 2 പൈപ്പ് തമ്മിൽ, അതായത് 1.5 4 തമ്മിൽ ഞാൻ ഗ്യാപ്പ് ഇട്ടത് 6 സെൻറ്റിമീറ്ററാണ്. 1.5 ഇഞ്ച് പൈപ്പ് എന്തിനിട്ടെന്ന് വെച്ചാൽ ഇനി ഫ്ലഷ് ടാങ്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിലൂടെ 1.25 ഇഞ്ച് പൈപ്പ് കയറ്റി കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. ആദ്യം 1.25 ഇഞ്ച് സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നീട് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അളവന്തി മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ അയച്ച് മാറ്റുമ്പോഴും ഫ്ലഷ് ടാങ്ക് മാറ്റുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ് സൗകര്യം. ഫ്ലഷ് ബട്ടൺ വച്ചിരിക്കുന്നത് താഴത്തുനിന്നും 100 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ്. അത് ടൈൽ ഒട്ടിച്ചതിന് ശേഷമുള്ള അളവാണ്. AFF എഴുതിയത് ആഫ്റ്റർ ഫിനിഷ് ഫ്ലോർ ലെവലാണ്. രണ്ട് മിക്സർ ടാപ്പിൻ്റെ പോയിൻറ്റുകൾ തമ്മിലുള്ള സെൻറ്ററിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് 16 സെൻറ്റിമീറ്ററാണ്. താഴത്തു നിന്നുള്ള ഹൈറ്റ് 70 സെൻറ്റിമീറ്ററാണ്. ഇത് വാഷ് ബേസിനുള്ള ഇൻലെറ്റും ഔട്ട്ലെറ്റുമാണ്. ഇത് 20 ഇഞ്ചിലാണ് വാഷ് ബേസിൻ്റെ ഔട്ട്ലെറ്റ് കണക്ട് ചെയ്ത് വെച്ചത്. അതിൽ നിന്നൊരു 3 ഇഞ്ച് പൊന്തിച്ചിലാണ് ഇൻലെറ്റ് വെച്ചത്. ഇങ്ങനെ നേരെ വെച്ച് കഴിഞ്ഞാൽ പെഡസ്റ്റിൽ വെക്കുമ്പോൾ ആംഗിൾ ഹൂക്കും നൈലോൺ കണക്ഷനൊന്നും കാണില്ല. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.